നമസ്കാരം. ഗുണ്ടുകാട് സാബുവിന്റെ ജീവിതമാണ് പൃഥ്വിരാജിന്റെ കാപ്പ ആയി മാറിയത്. ഷാജി കൈലാസ് ചിത്രം വമ്പൻ വിജയവുമായി. ഇതോടെ ചൂഴാറ്റുകോട്ട അമ്പിളിയും തന്റെ കഥ സിനിമയാകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ചില സുഹൃത്തുക്കളിലൂടെ ചില തിരക്കഥാകൃത്തുക്കളെ സ്വാധീനിച്ചു. മാഫിയ ജീവിതം സിനിമയാക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് അമ്പിളി എന്ന സുനിൽ കുമാർ കൊലക്കേസിൽ കുടുങ്ങുന്നത്. ക്വാറി ഉടമ മലയൻകീഴ് സ്വദേശി ദീപുവിനെ കളിയിക്കാവിളയിൽ കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ഗുണ്ടാ നേതാവ് ചൂഴാറ്റുകോട്ട അമ്പിളിക്കൊപ്പം വമ്പൻ ഗുണ്ടാ സംഘം ഇപ്പോഴുമുണ്ട്. ദീപുവിന്റെ കൊലയിലും ഈ മാഫിയ ഇടപെടൽ വ്യക്തമാണ്. സിനിമയെ വെല്ലുന്നതാണ് അമ്പിളിയുടെ ക്രിമിനൽ ജീവിതം. SI പരീക്ഷ പാസ്സായി ഗുണ്ടയായി മാറിയ കഥ. ചാലാകമ്പോളത്തിലെ അടിയിൽ തുടങ്ങുന്ന ജീവിതത്തിൽ കൊലക്കേസുകളുമുണ്ടായി. മുംബൈ ജീവിതവും അനിശ്ചിതത്വങ്ങളുടേതാണ്. ഇതെല്ലാം വെള്ളിത്തിരയിൽ മിന്നിമറയും എന്നത് കാണാൻ അമ്പിളി ആഗ്രഹിച്ചിരുന്നു. തന്റെ ജീവിതത്തെ ആസ്പദമാക്കി സിനിമ ചിത്രീകരിക്കാൻ മാസങ്ങൾക്ക് മുൻപ് ചിലർ സമീപിച്ചിരുന്നതായി അമ്പിളി തമിഴ്നാട് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. ദീപുവിന്റെ കൊലയിൽ ഇപ്പോഴും ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. ഇൻഷുറൻസിനായി ദീപു തന്നെ കൊല്ലാൻ നിർദ്ദേശിച്ചുവെന്നാണ് അമ്പിളി പറയുന്നത്. മാസങ്ങൾക്ക് മുൻപ് 3.85 കോടിയോളം രൂപയുടെ ഇൻഷുറൻസ് ദീപു എടുത്തിരുന്നതായി പോലീസ് കണ്ടെത്തി. ഇത് അമ്പിളിക്കും അറിയാമായിരുന്നുവെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഈ സാഹചര്യത്തിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട തിയറി പൂർണ്ണമായും തള്ളാനും കഴിയുന്നില്ല. അമ്പിളിയുടെ മൊഴി തമിഴ്നാട് പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. അമ്പിളിയുടെ ക്രിമിനൽ പശ്ചാത്തലമാണ് ഇതിന് കാരണം. വേദന അറിയാതെ ഒരാളെ കൊല്ലാനാണ് താൻ ശ്രമിച്ചതെന്ന് അമ്പിളിയും പറയുന്നു. മാസങ്ങൾ നീണ്ട ആസൂത്രണവും നടന്നു. ഇരുവരും സൗഹൃദത്തിലായിരുന്നു. 1 വർഷമായി ദീപുവും അമ്പിളിയും പലയിടത്തായി ഒത്തുകൂടിയിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസമായി കൂടുതൽ അടുപ്പവും വന്നു. അമ്പിളിയുടെ വീട്ടിലും നിത്യ സന്ദർശകനായി. ഇതെല്ലാം ബോധപൂർവം ദീപുവിൽ വിശ്വാസ്യത നേടാനുള്ള അമ്പിളിയുടെ തന്ത്രമായിരുന്നു. കൊടും ക്രിമിനലാണ് അമ്പിളി. അമ്മയ്ക്കൊരു മകൻ സോജുവുമായി നിരന്തരം ഏറ്റുമുട്ടലുകൾ നടത്തിയ ഗുണ്ട. സോജുവിനെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചതോടെയാണ് അമ്പിളിയും പതിയെ ഒതുങ്ങിയത്. സോജു സ്ഥിരമായി അഴിക്കുള്ളിലായപ്പോൾ അമ്പിളിക്ക് ഭയം പോയി. അതിനുശേഷമാണ് ദീപുവിനെ പോലുള്ളവരുടെ സൗഹൃദമുണ്ടാക്കി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് അമ്പിളി ഉറപ്പിച്ചത്. ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുണ്ട്. കേസിൽ ഒളിവിലുള്ള നെയ്യാറ്റിൻകരയിലെ സർജിക്കൽ സ്ഥാപന ഉടമ പാറശാല സ്വദേശി സുനിൽകുമാറിന്റെ സുഹൃത്ത് പൂങ്കുളം സ്വദേശി പ്രദീപ് ചന്ദ്രനാണ്. കേസിൽ ഒളിവിലുള്ള നെയ്യാറ്റിൻകരയിലെ സർജിക്കൽ സ്ഥാപന ഉടമ പാറശാല സ്വദേശി സുനിൽകുമാറിന്റെ സുഹൃത്ത് പൂങ്കുളം സ്വദേശി പ്രദീപ് ചന്ദ്രനാണ് തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത്. കൊലപാതകം നടന്ന 24-ന് രാത്രി കേസിലെ 1-ാം പ്രതി ചൂഴാറ്റുകോട്ട അമ്പിളി കളിയിക്കാവിളയിൽ എത്തിയത് സുനിൽകുമാറിനും പ്രദീപ് ചന്ദ്രനും ഒപ്പമായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. അമ്പിളിയെ കളിയിക്കാവിളയിൽ ഇറക്കിയ ശേഷം സുനിലും പ്രദീപും പാറശാലയിലേക്ക് മടങ്ങുകയായിരുന്നു. പ്രദീപിൽ നിന്നും നിർണായക മൊഴി കിട്ടും എന്നാണ് തമിഴ്നാട് പോലീസ് പ്രതീക്ഷിക്കുന്നത്. സുനിൽകുമാറിനെ കണ്ടെത്തിയാൽ കേസ് അന്വേഷണം യഥാർത്ഥ ദിശയിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. സുനിൽകുമാറും അമ്പിളിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊലയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപും ഇയാൾ പാറശാലയിലെ സുനിൽകുമാറിന്റെ സ്ഥാപനത്തിൽ എത്തിയിരുന്നു. ഇവർ ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്തതായും പോലീസിന് വിവരം ലഭിച്ചു. കൊലയ്ക്കുപയോഗിച്ച സർജിക്കൽ ബ്ലേഡ്, ക്ലോറോഫോം, കയ്യുറ, മാസ്ക് തുടങ്ങിയവ നെയ്യാറ്റിൻകരയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുൻപാണ് അമ്പിളിയെ സുനിലും പ്രദീപും ഏൽപ്പിച്ചത്. എന്നാൽ കൊലപാതകത്തിന് ശേഷം അമ്പിളിയെ വിളിക്കാൻ കാറിൽ സുനിൽകുമാർ എത്തിയില്ല. ഇതിന് കാരണവും പോലീസ് തേടുന്നുണ്ട്. എന്തുകൊണ്ട് വിളിക്കാൻ വരാമെന്ന് അമ്പിളിക്ക് കൊടുത്ത വാക്ക് സുനിൽകുമാർ പാലിച്ചില്ല എന്നതാണ് ഉയർന്ന ചോദ്യം.